പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സുഭാഷിതങ്ങൾ 22 2 വാക്യം. ധനികരും ദരിദ്രരും ഒരു കാര്യത്തിൽ തുല്യരാണ്, ഇരു കൂട്ടരെയും സൃഷ്ടിച്ചത് കർത്താവാണ്. ആമേൻ. ഹല്ലേലൂയ. യേശുവിൽ പ്രിയരെ, ചെറുതെങ്കിലും ഏറെ അർത്ഥവത്തായ ഒരു വചനമാണ് നാം ഇന്ന് കേട്ടത്. പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും ത്രാസിൽ അളന്ന് പലപ്പോഴും മേന്മ നിശ്ചയിക്കുന്ന ഈ ലോകത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന മനുഷ്യരുടെ അവസ്ഥ അനുഭവിക്കാത്തവർക്ക് പറയുവാനും മനസ്സിലാക്കുവാനും സാധിക്കില്ല. ഏതവസ്ഥയിലൂടെയാണ് നാം കടന്നു പോകുന്നതെങ്കിലും നാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നും അവിടുന്ന് സൃഷ്ടിച്ചതെല്ലാം അവിടുത്തേക്ക് അമൂല്യമാണെന്നും ഇന്ന് തിരിച്ചറിയാം. വ്യക്തിജീവിതത്തിലേക്കും സാമൂഹിക ജീവിതത്തിലേക്കും ആത്മീയ ജീവിതത്തിലേക്കും ഈ വചന വെളിച്ചത്തിൽ നിന്നുകൊണ്ട് നമുക്ക് നോക്കാം. ആത്മീയമായ ദാരിദ്ര്യമുണ്ടെങ്കിൽ അവിടുത്തെ വരങ്ങളാലും ദാനങ്ങളാലും നിറച്ച് നമ്മെ സമ്പന്നരാക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നാം ധനികരാണെന്ന് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ ചുറ്റുമുള്ളവരെ അവരുടെ സമ്പത്തിൻ്റെ പേരിൽ വിലയിരുത്തി ധനികരെ കൂടുതൽ ദരിദ്രരെ കുറച്ചും ചേർത്ത് പിടിക്കുന്ന പ്രവണതയുണ്ടെങ്കിൽ നമ്മെ രണ്ടു കൂട്ടരെയും സൃഷ്ടിച്ച തമ്പുരാനെ പ്രതി നമുക്ക് എളിമപ്പെടാം. നാം ദരിദ്രരാണ് എന്നാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ നമ്മുടെ കണ്ണുനീർ തുടച്ച് നമുക്ക് വേണ്ടതെല്ലാം തരുവാൻ പൂർണ്ണനായ നമ്മുടെ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ ജീവിത മേഖലകളെ നമുക്ക് സമർപ്പിക്കാം. കൂടുതൽ തെളിച്ചമുള്ള ചിന്തകൾ തന്ന് നമ്മെ അനുഗ്രഹിക്കണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിരുമുൻപിൽ നാം തുല്യരാണെന്നുള്ള ഓർമ്മ നമുക്കെന്നും ഉണ്ടായിരിക്കട്ടെ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.